ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇനി നമുക്ക് 3 സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാം അല്ലേ. ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ 3 വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഒതൻറ്റിക് ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടും ഒക്കെയുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്നല്ല 3 ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 3 പായസ റെസിപ്പിയും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്ന പായസം ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ചെറുപയർ പരിപ്പ് എടുക്കുക. ചെറുപയർ പരിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ചെറിയ പരിപ്പായിരിക്കും. അപ്പോൾ ചെറുപയർ വെച്ചിട്ട് ഞാൻ മുന്നേ ഇതിൻ്റെ പായസത്തിൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപയർ ഒരുപാടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ. പക്ഷേ അതിലാറ് ഒന്നുകൂടി ടേസ്റ്റ് ഈ ഒരു പരിപ്പ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അതും ഏകദേശം ഈ ഒരു ടേസ്റ്റിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ആണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കഴുകിയെടുക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് ശേഷം കഴുകിയെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. കഴുകിയെടുത്ത ശേഷം വറുക്കാൻ നിൽക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് വറുക്കാനായിട്ട് പറ്റില്ല, ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ കഴുകുന്നതിന് മുന്നേ തന്നെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആകുന്നവരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വറന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം. അപ്പോൾ ഈ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി പാനിൽ നിന്ന് കുറച്ച് സമയം ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന വരെ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല അങ്ങനെ കടിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു പാകമാവും കേട്ടോ. അപ്പോൾ തീ കൂട്ടി കൊടുക്കേണ്ട, അപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് കഴുകിയെടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ തന്നെ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 തേങ്ങയുടെ പാൽ, വലിയ തേങ്ങയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 2 തേങ്ങ എടുക്കുക. പാൽ 1-ാം പാൽ 2-ാം പാൽ 3-ാം പാൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഞാനൊരു 5 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലും അതേപോലെ തന്നെ 3-ാം പാലും ചേർത്തിട്ട് അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ 2-ാം പാലും 1-ാം പാലും, ഇപ്പം നമ്മൾ എന്താ പറയുക, തേങ്ങാപ്പാലും 1-ാം പാല് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങാപ്പാലിന് പകരം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ പായസത്തിന്. അപ്പം അങ്ങനെ 1 കപ്പ് ചെറുപയർ പരിപ്പിന് 3 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വെള്ളമാണെങ്കിലും അങ്ങനെ തന്നെ 1 കപ്പ് ചെറുപയർ പരിപ്പിന് 3 കപ്പ് വെള്ളം, 2 ഇരട്ടി വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ ടോട്ടൽ 6 കപ്പ് വെള്ളം അപ്പോൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 1-ാം പാലും 2-ാം പാലും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ 2-ാം പാലും 3-ാം പാലും ഇതിൽ തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 6 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചൊരു ഉപ്പ്, നമുക്ക് മധുരത്തിലുള്ള പായസമെല്ലാം ഉണ്ടാക്കാം, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നീട് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയും ഞാൻ 1 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുക. 400 ഗ്രാം ശർക്കര ഉണ്ടാവും കേട്ടോ. അതൊന്ന് ഉരുക്കിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ആദ്യത്തെ 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 2 വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താണ്. എന്നിട്ട് അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ കുക്കറിൽ നിന്ന് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ വേറെ പാത്രം നന്നായിട്ട് തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിപ്പോൾ ചെറിയ തീയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി, നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരയ്ക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഈ 2 കപ്പിലേക്ക് 400 ഗ്രാം ശർക്കര കറക്റ്റ് മധുരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ആ ഒരു ശർക്കര ഈ ഒരു ഇതിൽ പിടിക്കുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ പായസം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ആദ്യം 1.5 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1.5 ടീസ്പൂണ് പൊടിച്ച ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ചുക്ക് പൊടിച്ചതാണ്. ചുക്ക് പൊടിച്ചതും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് നമുക്ക് ചെറിയ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, അത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത്. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിലാണ് കറക്റ്റ് ഒറിജിനൽ ഇതിൻ്റെ റെസിപ്പി ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ചുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഏലക്കായ സ്കിപ്പ് ചെയ്യരുത്, അത് രണ്ടും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, എന്നാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അത് 3 ഉണ്ടെങ്കിലാണ് കറക്റ്റ് ഇതിൻ്റെ റെസിപ്പി നമുക്ക് ഫോളോ ചെയ്യുന്നവർക്ക് അതൊരു കറക്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ 1.5 ടീസ്പൂൺ ഏലക്കപ്പൊടിയും മറ്റേത് രണ്ടും 1/2 ടീസ്പൂൺ വീതവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു പായസത്തിന്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. നന്നായിട്ട് തിളച്ചാൽ തേങ്ങാപ്പാലാണല്ലോ, അപ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് കമ്പൈനായിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതുവരെ ചെയ്താൽ മതി, തിളപ്പിച്ചെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു പായസം തന്നെ നമുക്ക് എന്താ പറയുക, പാലിലും ചെയ്തെടുക്കാം. പക്ഷെ പാലിലേറെ ടേസ്റ്റ് ഈ തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുടിച്ചവർക്ക് അറിയാം അതിൻ്റെ ഡിഫറൻസ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. പാലിൽ എളുപ്പപ്പണിയൊക്കെ നോക്കിയിട്ട് പാലിൽ ചെയ്യാം. ഇതിലിപ്പോൾ ഒരു തേങ്ങ ചിരവിടെ പണിയുള്ളൂ. പിന്നെ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ നമ്മുടെ പായസം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വറവിട്ടെടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു കുഞ്ഞു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയോ നെയ്യിലാണോ അത് വറവിട്ടെടുക്കേണ്ടത് അതിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത്, ഇതിൻ്റെ സ്പെഷ്യൽ, പായസത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നമുക്ക് എത്രയാണ് വേണ്ട അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഏകദേശം ഇങ്ങനെ ആയി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അത് ഏകദേശം ഒന്നായിട്ട് വരുന്ന സമയത്ത് ലാസ്റ്റ് മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് സ്കിപ്പ് ചെയ്യരുത്. തേങ്ങാക്കൊത്ത് ഈ ഒരു പായസത്തിലേക്ക് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം. മുന്തിരി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങ് കുടിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇതുവരെ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാൻ റിസ്ക് ആണ്, ഇപ്പം നല്ല ബുദ്ധിമുട്ടുള്ളതെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുക്കറിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. തേങ്ങ ചിരവി പാലെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റെഡിമെയ്ഡ് തേങ്ങാപ്പാലും അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താലും മതി. പക്ഷെ നമ്മൾ തേങ്ങ ചിരവി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പിന്നെ ഞാൻ തേങ്ങാപ്പാൽ അതിൻ്റെ ഒന്നും അളവ് കറക്റ്റ് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിത് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലും ഒക്കെ ഇതിൽ കറക്റ്റ് ആയിരുന്നു. പിന്നീട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതാ ചെറുപയർ പരിപ്പ് പായസമായി. ഇനി നമുക്ക് രണ്ടാമത്തെ പായസം ഏതാണെന്ന് നോക്കാം. സേമിയ വെച്ചിട്ടാട്ടോ രണ്ടാമത്തെ പായസം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പായസത്തിൻ്റെ റെസിപ്പി കൂടെ കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് പാൽപ്പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതും ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് അതിനെ കാണാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്ന ഈ ഒരു സേമിയ പായസം വെറൈറ്റി ആയിട്ട് നിങ്ങൾ ചിലരൊക്കെ ഉണ്ടാക്കി നോക്കിയത് തന്നെ ആയിരിക്കും. ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന സേമിയ പായസത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ആ ഒരു പാനിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനോ അതുപോലെ നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ അത് റോസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 3 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. മുന്തിരി ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് അതിൽ നിന്ന് കോരി എടുക്കുകയാണ് കേട്ടോ. അത് മുഴുവൻ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കോരി മാറ്റി വെക്കുകയാണ്. ഓൾറെഡി വറുത്തെടുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് ലാസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് വറുക്കാതെ സേമിയ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കോരി മാറ്റിയ സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ ഈ ഒരു സേമിയ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 100 ഗ്രാം സേമിയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആവുമല്ലോ, ആ രീതി വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതാ ഈ ഒരു മെത്തേഡിലായാൽ മതി. ഇനി ഞാനത് മാറ്റി വെക്കുകയാണ്.
ഇനി നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് അത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിലിട്ടിട്ട് കളർ ചേഞ്ച് ആകുന്ന വരെ, അത് മെൽട്ടായി വരുന്ന വരെ കാരമലൈസ് ചെയ്തെടുക്കുക. ഓവറായിട്ട് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറി മറിയും കേട്ടോ. പായസത്തിൻ്റെ ടേസ്റ്റിന് ഒരു എന്താ പറയുക, ടേസ്റ്റ് ഇല്ലാത്ത ടേസ്റ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് മാറിയാൽ മതി. അപ്പോൾ ഇത്രയും മതി, ഇനി കൂടുതൽ സമയം വെക്കരുത്. അതിങ്ങനെ ആയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. എന്നിട്ട് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ കണ്ടൻസ് മിൽക്ക് കൂടെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പായസത്തിന് കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. 2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്രിസ്റ്റലായി പോവും. അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതിലേക്ക് 3 കപ്പ് പാലാണ്, 250 ml 3 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്കൊരു 3-4 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഏലക്കായുടെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ പായസത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ കൂടി പോകേണ്ട, ഒരു നുള്ളു ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാലൊക്കെ ഒന്ന് തിളച്ച് വരാനാവുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ മധുരം നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എത്രയാണോ മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ആ സേമിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവുന്ന വരെ നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിത് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടെ നെയ്യ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഇത് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ പായസത്തിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. പായസം എന്തായാലും ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പായസമായിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയും കണ്ടല്ലോ. ഇനി നമുക്ക് അരി വെച്ചിട്ടുള്ള പാൽപ്പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു സ്പെഷ്യൽ പാൽപ്പായസമാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു പിങ്ക് കളറൊക്കെ വരുന്നുണ്ട് ഈ ഒരു പായസത്തിന്. അപ്പോൾ ഇത് നമ്മൾ കാരമൽ ചെയ്തിട്ടൊന്നും അല്ല ഈ പിങ്ക് കളറൊന്നും ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ടിപ്പൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറേ നേരം ഇളക്കിയൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പായസ റെസിപ്പിയാണ്. ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മളിത് എടുക്കുന്ന സമയത്ത് എപ്പോഴും വലിയ കുക്കർ നോക്കിയിട്ട് എടുക്കാനായിട്ട്, കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിലും വലിയ കുക്കർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പാക്കറ്റ് പാല് പൊടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്, അഥവാ 1 ലിറ്റർ പാല്. ഞാൻ ഇവിടെ 1/2 കപ്പ് അരിയാണ് എടുക്കുന്നത്. 1/2 കപ്പ് അരിയിലേക്ക് 1 ലിറ്റർ പാല് എന്ന രീതിയിലായിട്ട് ഞാൻ എടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കണില്ല. ആ ഒരു മെത്തേഡിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 പാക്കറ്റ് പാലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ 2 പാക്കറ്റ് പാലും ആ കുക്കറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ല പിങ്ക് കളർ കിട്ടാനുള്ള ഒരു കാരണം. ഈ പാലിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു പിങ്ക് കളർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായ ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്താൽ ആ ഒരു പിങ്ക് കളറ് കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 മണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വിസിൽ വരരുത് കേട്ടോ. വിസിൽ വരാതെ ശ്രദ്ധിക്കുക. അഥവാ ലോ ഫ്ലെയിമിലിട്ടാൽ വിസിൽ വരില്ലല്ലോ. ആ രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ലോ ഫ്ലെയിമിലിട്ടാലും ചില കുക്കറിന് ഉണ്ടാവും ഒരു വിസിൽ വരാനുള്ള ടെൻഡൻസി. ആ ഒരു സമയത്ത് അതൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ, വിസിൽ വരാൻ സമ്മതിക്കരുത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വലിയ കുക്കർ എടുക്കാൻ പറയാനുള്ള കാരണം നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ തിളച്ചിട്ട് പോവാതിരിക്കാനൊക്കെയാണ് ഞാൻ വലിയ കുക്കർ എടുക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അരക്കപ്പ് അരിയിലേക്കാണ് ഞാൻ ഈ ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാനിവിടെ 1 മണിക്കൂറൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ ഓഫാക്കി ഉടനെ തന്നെ ഓപ്പൺ ചെയ്യരുത്, പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഒരു പിങ്ക് ഷെയ്ഡിലായിട്ട് നമ്മുടെ ഈ ഒരു പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാല് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അരിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അരി എന്ന് പറയുന്നത് നമ്മളെ ചെറിയ അരി ഉണ്ടല്ലോ, കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു അരി വെച്ചിട്ട്. ആ അരി ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കുട്ടികളൊക്കെ ഉള്ളവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല. ആ അരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പായസമൊക്കെ റെഡിയാക്കി എടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനത് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാനൊരു പാലിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പാലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. സാധാരണ ഈ ഒരു പായസത്തേക്ക് വേണ്ടിയിട്ട് ഉണങ്ങലരിയൊക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ അരിയാണ് നമ്മൾ അറിയേ ഇല്ല കേട്ടോ ഇത് വെന്ത് വരുന്ന സമയത്ത്. പിന്നെ ഇതിലേക്ക് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ഏലക്കായ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഏലക്കായുടെ ആവശ്യമില്ല, പക്ഷേ എനിക്ക് ഏലക്കായുടെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഏലക്കായ ചേർത്തിട്ടുള്ളത്. അതൊട്ടും നിർബന്ധമില്ല കേട്ടോ, ഈ ഒരു പായസത്തേക്ക് അതിൽ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഏലക്കായ ഇല്ലാതെ എനിക്കെന്തോ ഒരു പോലെയാണ്. അപ്പോൾ ഞാനൊരു 3 ഏലക്കായ കൂടെ ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. 3 വിസിലാവുമ്പോൾ കറക്റ്റായിട്ടാണ് അത് വേവായിട്ട് വരും. അങ്ങനെ 3 വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെയും പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുകൊണ്ടോ നമ്മുടെ പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ കട്ടയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കട്ട കുത്തിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ആ ഒരു പായസത്തിൻ്റെ. പിന്നെ നിങ്ങൾക്ക് അധികം തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഞാനപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് അത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് അണ്ടി മുന്തിരി ഒന്നും വറവിടുന്നൊന്നുമില്ല. ഇതുപോലെ നെയ്യ് ആ ഒരു ചൂടോടെ തന്നെ ആ ഒരു പായസത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും മതി. നമ്മൾ നെയ്യ് അണ്ടി മുന്തിരി ഒന്നും വറവിടേണ്ട ആവശ്യം, അങ്ങനെ നെയ്യിൽ വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പായസം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെയ്യ് ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം, ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. ചെറിയ അരിയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ 3 ടൈപ്പ് പായസം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്